തൃശൂർ പൂരത്തിൻ്റെ നവനടത്തിപ്പിന് വേണ്ടിയുള്ള വിവരശേഖരണം യോഗത്തിൽ ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കും. ജനരോഷം ഒഴിവാക്കിയുള്ള നവനടത്തിപ്പായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നതെന്ന് സുരേഷ് ഗോപി പ്രത്യേക യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നടത്തിപ്പിനാവശ്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു വിവര ശേഖരണം മാത്രമാണ് ഇന്ന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഇതിനകത്തെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പുതുതായി രൂപീകരിച്ച എന്നാൽ ഈ വർഷം മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തപ്പെട്ട് അത് ജനരോഷം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്ന ദുരവസ്ഥ ഇതിനെല്ലാം കൂടി പരിഹാരമാവുന്ന ഒരു നടത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് ഒരു പ്രിലിമിനറി യോഗം മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള അവർ നൽകിയ വിഷയങ്ങളായാലും അതിന് നൽകിയ മറുപടികളായാലും റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റാക്കി ബഹുമാനപ്പെട്ട കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയൂഷ് ഗോയലിൻ്റെ സമക്ഷം സമർപ്പിക്കും. തൃശ്ശൂരിൽ നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, പൂരത്തിൻ്റെ നവനടത്തിപ്പിന് വേണ്ടിയുള്ള വിവരശേഖരണം അതാണ് ഇന്നുണ്ടായതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമായിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അനിഷ്ട സംഭവങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് പൂരം സുഗമമായി നടത്താനുള്ള ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായി എന്നല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും നമ്പ്യാർ, അത് തന്നെയാണ് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതായത് കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം, തൃശ്ശൂർ പൂരത്തിൻ്റെ നവനടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള വിവരശേഖരണമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് മുൻപിലായി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം, ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ആ വേദന താനും അറിഞ്ഞതാണ് എന്നുള്ള കാര്യം, അത് പരിഹരിക്കാൻ എത്തിയപ്പോഴുണ്ടായുള്ള ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഒരു യോഗത്തിൽ ഇന്ന് കളക്ടറും അതുപോലെ തന്നെ കമ്മീഷണർ, മറ്റ് ദേവസ്വം ഭാരവാഹികളും മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു ഓൺലൈനായൊക്കെ. അത്തരത്തിൽ പെസോ ഉദ്യോഗസ്ഥരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൃത്യമായും ഇനി എങ്ങനെയാണ് പൂരം നടത്തുക, അതായത് പഴയ ഒരു പെരുമയോടുകൂടി പൂരം നടത്തുക, ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ പൂരം നടത്തുക എന്നുള്ള കാര്യമാണ്. അതിൽ അദ്ദേഹം ആദ്യമേ തന്നെ സൂചിപ്പിച്ച കാര്യം, മുൻപ് പൂരം നടന്നിരുന്നു, അന്ന് ഈ ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഈ പൂരനഗരിയിലൊക്കെ കുത്തിയിരുന്ന് വെടിക്കെട്ട് കണ്ടവരുണ്ട്, അന്നൊരു തല്ലും ഒരു വഴക്കും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന്, അതായത് കഴിഞ്ഞ ഈ വർഷങ്ങളായി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഈ ദേവസ്വങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടാവാത്ത രീതിയിൽ ഇനിയുള്ള പൂരം നല്ലൊരു രീതിയിൽ, അതായത് അതിൻ്റേതായ പൊലിമയോടുകൂടി തന്നെ നടത്തുക എന്നുള്ളതാണ് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തത്. ഒരു യോഗം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇനി ഓരോ യോഗങ്ങളും നടക്കും. അതിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടും, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തി അതിൽ നല്ലൊരു തീരുമാനമുണ്ടാകും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പെസോ ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് എത്തി കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി. ഇനി എന്തായാലും ആ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ പൂരം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, പഴയ കാലത്തുള്ള പൂരം അത് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യമാണ് നടക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വിളിച്ചു ചേർത്ത യോഗമാണ്. അതിൽ തന്നെയാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ഒരു വിവരശേഖരണം നടന്നിരിക്കുന്നത്. ഇരു ദേവസ്വങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അവർ രാവിലെയൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് പൂരത്തിൻ്റെ നടത്തിപ്പുകാരായി പോലീസുകാരും മറ്റ് അധികാരികളും ഒക്കെ
ഒക്കെ മാറുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാർക്ക് സ്വാതന്ത്ര്യമായി നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യം, അമ്പലത്തിൽ കയറുവാൻ പറ്റാത്ത സാഹചര്യം, പൂരത്തിലെ പല ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയൊക്കെ നിലനിന്നപ്പോഴാണ് ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ആ ഒരു പ്രശ്നം കൂടുതൽ പ്രകടമായത്. ഈ കമ്മീഷണറുടെ ഉൾപ്പെടെ ആ ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് പൂരം ഏത് രീതിയിൽ നടക്കണമെന്നുള്ളത്, അത് ആ ആചാര പെരുമയോടുകൂടി തന്നെ നടക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നത്. എന്തായാലും അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗത്തിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് പൂരപ്രേമികൾക്കും ഈ ദേവസ്വങ്ങൾക്കുമൊക്കെ ഉള്ളത്. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും പൂരം വലിയ ഒരു പെരുമയോടെ നടക്കുക. എന്തായാലും വിദേശികളടക്കം ശ്രദ്ധിക്കുന്ന അവരൊക്കെ പങ്കെടുക്കുന്ന പൂരമാണ്. അതോടൊപ്പം തന്നെ ടൂറിസത്തിന് സാധ്യതയുള്ള, ഇൻ്റർനാഷണൽ ടൂറിസം അതിന് സാധ്യതയുള്ള ഒരു പ്രദേശം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളിലും ഈ പൂരവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് പടക്ക നിർമ്മാണശാലകൾ സന്ദർശിച്ചിരുന്നു. ഈ മറ്റ് അപകടകരമല്ലാത്ത സ്ഥിതിയാണെങ്കിൽ അത്തരത്തിൽ ഒരു ശിവകാശി മോഡൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ ഒരു പ്രതീക്ഷ ഈ ഒരു വരുന്ന പൂരത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അത് കേന്ദ്രമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ജനങ്ങൾ കൂടുതലായും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇത്തവണ ഈ പൂരത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം യോഗം വിളിച്ചു ചേർത്തു എന്നുള്ളതാണ്. കാരണം ഇത്രയധികം നേരത്തെ ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞ തവണയോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലോ നടന്നിട്ടില്ല. ആദ്യമേ തന്നെ ഈ ഒരു യോഗം വിളിച്ചു ചേർത്ത് ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ വിവരശേഖരണം നടത്തി ഇനി നടക്കാനിരിക്കുന്ന ഓരോ ഘട്ടമായിട്ടുള്ള പ്രവർത്തനം അത് തന്നെയാണ് ഈ പൂരത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അദ്ദേഹം വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ പൂരപ്രേമികളും അതുപോലെ തന്നെ ഇരു ദേവസ്വങ്ങളും. മനോജ്, സ്വാഭാവികമായും അവിടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സാന്നിധ്യം അനിവാര്യമാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ പോലീസ് പൂരത്തിൻ്റെ നടത്തിപ്പുകാരായി മാറിയത് കൊണ്ടാണല്ലോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. മാത്രമല്ല ആചാര അനുഷ്ഠാനങ്ങളിന്മേലുള്ള കടന്നുകയറ്റം, ഇത് ഒഴിവാക്കാൻ തന്നെയായിരിക്കില്ലേ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക? അങ്ങനെ ഒരു പദ്ധതി തന്നെയായിരിക്കില്ലേ നടപ്പിലാക്കുക? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പൂരം നടത്തിപ്പുകാരായി പോലീസുകാർ മാറുമ്പോൾ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഭംഗം വരുത്തുന്ന രീതിയിൽ പോലീസിൻ്റെ പ്രവർത്തനം. കഴിഞ്ഞ തവണ ഈ സ്വരാജ് റൗണ്ടിലേക്ക് മറ്റുള്ളവർക്ക്, അതായത് ഈ ജനങ്ങൾക്കൊന്നും കയറാൻ പറ്റാത്തത്ര രീതിയിൽ ബാരിക്കേഡ് വെച്ച് അടച്ചുപൂട്ടിക്കൊണ്ട് ഓരോ മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് പകുതിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ പൂരം പകുതിയിൽ നിർത്തേണ്ട ഒരു സാഹചര്യം പോലീസ് ഉണ്ടാക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ ക്ഷേത്ര ജീവനക്കാർക്കടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യം, ക്ഷേത്ര ഭാരവാഹികൾക്ക്, ഈ ദേവസ്വം ഭാരവാഹികൾക്ക് രാവിലെ തന്നെ അദ്ദേഹം സങ്കടത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ബാലഗോപാൽ സർ, അദ്ദേഹത്തിനെ പോലും ഈ ബാരിക്കേഡിന് പുറത്ത് നിർത്തിക്കൊണ്ട് ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാത്ത രീതിയിലേക്ക് പോലീസിൻ്റെ ഒരു സമീപനമുണ്ടായി. അത്തരം സമീപനങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനം തന്നെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായും അത് ഉണ്ടാക്കുക. കാരണം ഇങ്ങനെ ഒരു ഇടപെടൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് ആചാരത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് ഓരോ ചടങ്ങുകൾക്കും ഉണ്ടാകുന്ന തടസ്സങ്ങളായിരിക്കും. അത്തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറായാൽ അവരെ കൂടെ നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള പൂരം നടപ്പിലാക്കുക. എന്തായാലും ഈ പൂരം നടത്തിപ്പ് അതൊരു നവനടത്തിപ്പാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കഴിഞ്ഞ തവണ നടന്നതിനേക്കാൾ അതിൽ നിന്നും എല്ലാ തരത്തിലും ഒരു മാറ്റമുണ്ടായി. കൃത്യമായും ആചാരം അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവരെ അല്ലെങ്കിൽ അത് മുന്നിൽ നിന്ന് നയിക്കുന്നവരെ കൂടുതൽ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു പൂരം നടത്തുക. അതിൽ തന്നെയാണ് ദേവസ്വങ്ങൾ, അതായത് 2 ദേവസ്വങ്ങൾ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ, 8 ഘടകക്ഷേത്രങ്ങൾ, ഇവരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പൂരം നടത്തുന്നത്. അന്ന് തുടക്കമിട്ട ശക്തൻ തമ്പുരാൻ തന്നെ ആ കാലം മുഴുവൻ തന്നെ ഓരോ വർഷവും ഗരിമയോടെ നടന്ന പൂരം, അതിൽ ആനകളുടെ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു ആനകളുടെ കുറവ് അല്ലെങ്കിൽ ആനകളെ കൊണ്ടുവരുന്നതിലുള്ള പ്രശ്നം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ
തന്നെ ഓരോന്നോരോന്നായി പരിഹരിച്ചുകൊണ്ട് പൂരത്തിനെ ഒരു പഴയകാല ഗരിമയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്നവർക്ക് നേരെ കൃത്യമായിട്ടുള്ള ഒരു കൂച്ചുവിലങ്ങ് കൂടെയാകും ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ വർഷം ഈ കമ്മീഷണറുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ ക്ഷേത്ര ജീവനക്കാരോടും അല്ലെങ്കിൽ ഈ കുടമാറ്റത്തിനായുള്ള കുട കൊണ്ടുവന്നവരോടും ഒക്കെ നടത്തിയിട്ടുള്ള സമീപനം അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ പൂരം നടത്തിപ്പുകാരായി പോലീസുകാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാറാതിരിക്കുവാനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തൃശൂർ പൂരത്തിൻ്റെ നവനടത്തിപ്പിന് വേണ്ടിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് റിപ്പോർട്ടായി സമർപ്പിക്കും. ജനരോഷം ഒഴിവാക്കിയുള്ള നവനടത്തിപ്പായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നതെന്ന് സുരേഷ് ഗോപി പ്രത്യേക യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. എം മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.